നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ശരിയാണ്. പൗരോഹിത്യം എല്ലാ കാലത്തും ഏത് ജാതിയിലെ പൗരോഹിത്യമാണെങ്കിലും ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ ജാതിയിൽ നിന്നും പൂജാരിമാരുണ്ടാകുന്നുണ്ട്. ദക്ഷിണയ്ക്ക് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. പൗരോഹിത്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. അത് സ്വാർത്ഥഭരിതമായി മാറാറുണ്ട് പലപ്പോഴും. അതാ കാലത്ത് സംഭവിച്ചു. അന്നത്തെ പുരോഹിതന്മാർ ബ്രാഹ്മണരായിരുന്നു. ആ സമൂഹത്തിനെതിരെ ഒന്നുമല്ല നാരായണ ഗുരുദേവന്റെ വിപ്ലവം. സാമൂഹ്യ ദുരാചാരത്തിനെതിരെയായിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ചിലർ പറഞ്ഞ ഈഴവൻ എന്താണ്? നാരായണ ഗുരുദേവനെ ഈഴവനായിട്ടാണ് ചിലർ കണ്ടത്. ഈഴവൻ എന്താ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരം? ക്ഷേത്രത്തിൽ കടക്കാൻ പോലും അവകാശമില്ലാത്തവൻ പ്രതിഷ്ഠിക്കുന്നോ എന്നാണ് ചോദിച്ചത്. ഓമലൻ അതിനു മുമ്പ് പ്രതിഷ്ഠിച്ചു. പത്തനംതിട്ടയിൽ ഓമലൻ അതിനു മുമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷ്ഠ നടത്താൻ ഒരു നായരാണ് സഹായം ചെയ്തു കൊടുത്തത്. അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല. പുലയനായ ഓമലന് ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ നായരാണ് സ്ഥലം കൊടുക്കുന്നത്. അവിടെ സംഘർഷം ഉണ്ടായോ? പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നായരും ഈഴവനും തമ്മിൽ സംഘർഷം നടത്തണം, ഈഴവനും നമ്പൂരിയും തമ്മിൽ സംഘർഷം നടത്തണം. നാരായണ ഗുരുദേവൻ ആരുമായിട്ടാണ് സംഘർഷം നടത്തിയത്? നാരായണ ഗുരുദേവൻ ആരുമായിട്ട് സംഘർഷം നടത്തിയില്ല. നാരായണ ഗുരുദേവൻ സ്ഥിതിവിശേഷത്തിനെതിരെയാണ് സംഘർഷം നടത്തിയത്. ആ സംഘർഷത്തിന്റെ ഉൽപ്പന്നമായിരുന്നു ഈ ശിവലിംഗ പ്രതിഷ്ഠ. ശിലയെ ശിവനാക്കി മാറ്റി. ശില നിർജീവമാണെന്ന് തോന്നും. ശിവൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്. ഒരു ശിലയെ ചൈതന്യമാക്കി മാറ്റി. നാണുഗുരുവിന്റെ കേരളമാണ്. ഇപ്പൊ ചരിത്രത്തിൽ വേറൊരു നാണുഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല.